ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് 10 മിനിറ്റിൽ തന്നെ അവർക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന അവലും പഴവും വെച്ചിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാനൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്കൊരു 6-7 കാഷ്നട്ട് കൂടെ ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം. കാഷ്നട്ട് ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് ഇതിലേക്കൊരു 10-15 ഉണക്കമുന്തിരി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഉണക്കമുന്തിരിയൊക്കെ നന്നായിട്ടൊന്ന് വീർത്ത് വരുന്നവരേക്ക് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. അതിനുശേഷം നമുക്ക് ഈ കാഷ്നട്ട് ഉണക്കമുന്തിരിയും പാനിൽ നിന്നെടുത്ത് മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് ഇതേ നെയ്യിലേക്ക് തന്നെ ഒരു ഏത്തപ്പഴം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്തൊന്ന് വഴറ്റിയെടുക്കണം. അത്യാവശ്യം പഴുത്തിട്ടുള്ള പഴം നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. പഴം ഒരുപാട് വെന്തുടഞ്ഞു പോകാനായിട്ട് പാടില്ല. പഴത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരണം. ആ ഒരു പരുവം വരേക്കും ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ പഴവും പാനിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് ഇതേ പാനിലേക്ക് തന്നെ വീണ്ടും 2 സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു കൈപ്പിടി അളവിൽ ചിരകിയ തേങ്ങ കൂടെ ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തേങ്ങ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ശർക്കരയാണ്. അപ്പോൾ ഞാൻ 1/4 കപ്പ് അളവിൽ പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് തേങ്ങയും ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് ശർക്കര ഒന്ന് മെൽറ്റായി തുടങ്ങുന്നവരേക്കും ഒന്ന് വഴറ്റി എടുക്കാം. ശർക്കര ഒന്ന് മെൽറ്റായി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അവലാണ്. ഞാൻ 1/2 കപ്പ് അളവിൽ വെള്ള അവലാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം തിന്നായിട്ടുള്ള അവലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ അവലും തേങ്ങയും ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് വരുന്നവരേക്കും ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ അവലും ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമ്മൾ ആദ്യം വഴറ്റി മാറ്റി വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ വറുത്ത് വെച്ചിട്ടുള്ള ഉണക്കമുന്തിരിയും കാഷ്നട്ടും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിയും കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ അടിപൊളിയായിട്ടുള്ള അവൽ പഴം വിളയിച്ചത് റെഡിയായി കഴിയും. അപ്പോൾ എന്തായാലും കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഇതുപോലെ തയ്യാറാക്കി കൊടുത്തു നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.